നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി മറ്റൊരു നടി കൂടി രംഗത്ത്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ലൈംഗിക ചുവയോടെ മോശമായി പെരുമാറിയെന്ന പുതുമുഖ നടി അപർണ ജോൺസ് വെളിപ്പെടുത്തി. സാരംഗ് ചേരുന്ന വിശദാംശങ്ങളുമായി. സാരംഗ്, ഷൈൻ ടോം ചാക്കോയ്ക്ക് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. വിൻസിയുടെ പരാതിക്ക് ശേഷം ഇപ്പോൾ ഇതാ ഒരു പുതുമുഖ നടി കൂടി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ നിരപരാധിയാണ് എന്ന് നടൻ ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു മൊഴികളിലൂടെയൊക്കെ മനസ്സിലാകുന്നത്, അല്ലേ? തീർച്ചയായും അശ്വതി, ഇത്തരത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വീണ്ടും ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് ഈ സൂത്രവാക്യം എന്ന സിനിമയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ഇതിലെ ഒരു പുതുമുഖ നടിയാണ് അപർണ ജോൺസ് എന്നാണ് ഈ നടിയുടെ പേര്. ഈ സിനിമാ സെറ്റിൽ വെച്ച് ഇത്തരത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോടെ പെരുമാറിയെന്നാണ് ഈ നടിയുടെ പരാതി. അതുപോലെ തന്നെ ഈ സമയത്ത് അതുപോലെ തന്നെ ഈ നടൻ ഇത്തരത്തിൽ ഈ വെള്ളപ്പൊടി തൂകുന്നതും, അതായത് ഇയാളുടെ വായിൽ നിന്നും വെള്ളപ്പൊടി തെറിച്ചു വീഴുന്നതും നടി കണ്ടതായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിൻസി ആരോപിച്ച അല്ലെങ്കിൽ പങ്കുവച്ച കാര്യങ്ങളൊക്കെ തന്നെ 100% ശരിയാണെന്നും ഈ നടൻ ഇത്തരത്തിൽ സിനിമാ സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നതും എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ നടി പങ്കുവച്ചത്. അതായത് സെറ്റുകളിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ഈ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ നടൻ ഇങ്ങനെ തന്നെയായിരുന്നു, മോശമായിട്ടായിരുന്നു ഇത്തരത്തിൽ ഈ നടിയോട് ഉൾപ്പെടെ പെരുമാറിയിരുന്നത്. അതുപോലെ തന്നെ വിൻസി പറഞ്ഞ കാര്യങ്ങളും ശരിയാണ്, വിൻസി നേരിട്ട കാര്യങ്ങളും യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് ഈ അപർണ ജോൺസും നിലവിൽ പറയുന്നത്. നടി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ താരസംഘടനയായ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്കൊന്നും പോകാൻ പറ്റുമില്ലെന്നാണ് ഈ അപർണ ജോൺസും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നടി ഇവിടെ ഇല്ല, വിദേശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാദങ്ങളിലേക്കോ തുടർ നടപടികളിലേക്കോ ഒന്നും കടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നടൻ ഷൈനിനെതിരെ ഫെഫ്ക വിളിക്കുന്നതും നടൻ ഷൈനെ ഫെഫ്ക വിളിക്കുന്നതും അതുപോലെ തന്നെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരു വിശദമായ ചർച്ച തന്നെ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഈ ചർച്ചയിലൊക്കെ തന്നെ ഷൈന് വലിയ രീതിയിൽ കർശനമായി തന്നെ താക്കീത് ചെയ്തിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഷൈനിനെതിരെ ഒരു കടുത്ത അല്ലെങ്കിൽ കർശനമായ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സംഘടനകളുടെയൊക്കെ തീരുമാനം. ഷൈന് നന്നാകാൻ ഒരു അവസരം കൂടി നൽകണം എന്ന് തന്നെയാണ് ഈ സംഘടനകളുടെ ഭാരവാഹികളൊക്കെ ഉൾപ്പെടുന്നത്. അതായത് ഷൈൻ തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു ഇത്തരത്തിൽ ഏറെ നാളായിട്ട് ലഹരി ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ലഹരിയിൽ നിന്ന് മുക്തനാവാൻ താൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഫെഫ്ക ഭാരവാഹികളോട് ഷൈൻ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അല്ലെങ്കിൽ മീറ്റിംഗിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈനിന് ഒരവസരം കൂടി നൽകാൻ അതായത് നന്നാവാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരിയിൽ നിന്ന് പൂർണ്ണ മുക്തനാകാനായിട്ട് ഷൈനിന് ഒരവസരം കൂടി നൽകാമെന്ന നിലപാടിൽ തന്നെയാണ് സിനിമാ സംഘടനകളുള്ളത്. ഇത് സംബന്ധിച്ച് മറ്റ് കർശന നടപടികളിലേക്കൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ICC സൂത്രവാക്യം എന്ന സിനിമയുടെ ICC റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരിക്കുക. ഈ റിപ്പോർട്ട് വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിലിം ചേംബറിന്റെ മീറ്റിംഗും ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്നിരുന്നു. ഈ മീറ്റിംഗിലും ഷൈനെതിരെ കർശനമായ നടപടികളിലേക്കൊന്നും കടക്കണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനം. ഈ ICC റിപ്പോർട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കാം എന്ന് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അതേസമയം ഈ ICC മീറ്റിംഗ് നടന്ന വേദിയെ ചൊല്ലിയൊരു തർക്കം ഈ സിനിമ മേഖലയ്ക്കിടയിൽ ഉണ്ടായി. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഹാളിലായിരുന്നു ഇത്തരത്തിൽ മീറ്റിംഗ് നടന്നത്. ആ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ വന്നിരുന്നു. നിലവിൽ മറ്റൊരു വിവാദം പുറത്തു വരുന്നത്, അതായത് ഈ വിൻസിയുടെ പരാതിയെ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇത്തരത്തിൽ ഈ സംവിധായക സംഘടനകൾ തന്നെ ഇപ്പോൾ നിലവിൽ വിവരങ്ങൾ അത്തരത്തിലുള്ള വാദങ്ങൾ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ ഫെഫ്ക എന്തടിസ്ഥാനത്തിലാണ് ഷൈനിനെ വിളിപ്പിച്ചു വരുത്തിയതെന്നും അതുപോലെ തന്നെ ഈ ഷൈനിന്റെ പരാതി കേട്ടതും എന്ത് അടിസ്ഥാനത്തിലാണ് എന്നതുൾപ്പെടെയുള്ള മറ്റ് ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. അതായത് ഓരോ വിവാദങ്ങളായിട്ട് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വിവാദങ്ങളായിട്ട് തിരിതെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഷൈനെതിരെ വീണ്ടും ഒരു നടി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി എന്നാണ് നടിയുടെയും പരാതി. തുടർ നടപടികളിലേക്കൊന്നും നടി സ്വീകരിക്കുന്നില്ല. എന്തായാലും അതുപോലെ തന്നെ വിൻസി ആരോപിച്ച അല്ലെങ്കിൽ പങ്കുവച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെയായിരുന്നു എന്നാണ് ഈ പുതുമുഖ നടിയായിട്ടുള്ള അപർണ ജോൺസും പറയുന്നത്. ഐശ്വര്യ, നടന് തെറ്റിദ്ധരുത്താൻ അവസരം കൊടുത്ത സിനിമാ സംഘടനകളെല്ലാം പുതുമുഖ നടിയുടെ ഈ ഒരു വെളിപ്പെടുത്തലും കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാരംഗ്.